എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിനിമാ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ പ്രത്യേകതയുണ്ട്, കാരണം ഇതൊരു ഷോർട്ട് മൂവിയാണ്. ഒരു ഫുൾ മൂവിൻ്റെ അതേ സ്റ്റൈലിൽ നമുക്ക് എത്രത്തോളം എഫക്റ്റീവായ രീതിയിൽ കാണിക്കാൻ പറ്റുമോ അത്രയും എഫക്റ്റീവായിട്ട് എഫേർട്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കൊച്ചു ചിത്രം എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും. കാരണം ഇതിലെ അണിയറ പ്രവർത്തകരായാലും അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരായാലും അതിശക്തമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണത്. ലഹരിക്കെതിരെ ഇത്രയും ശക്തമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന രീതിയിൽ എത്രത്തോളം നല്ല രീതിയിൽ അവർ ചിത്രീകരിച്ചിട്ടുണ്ടോ അതിനൊക്കെ അവർ അഭിനന്ദനം അർഹിക്കുന്നതാണ്. പക്ഷേ ഇത് നമ്മുടെ ഈ ചിത്രം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, പക്ഷേ അതാരും അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ ഞാനിത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ ഒന്ന് അറിയിക്കാം എന്ന് നിങ്ങൾ വിചാരിച്ചപ്പം. കാരണം വെച്ച് കഴിഞ്ഞാൽ ലഹരിക്കെതിരെ എന്ന് പറയുമ്പം ലഹരിക്ക് അടിമപ്പെട്ടവരുടെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ദുരന്തം പേറുന്നത് അവരുടെ കുടുംബങ്ങളായിരിക്കും. അപ്പം അവർക്ക് എന്ത് സംഭവിച്ചാലും അത് ആ ഒരു കുടുംബത്തിൻ്റെ ഒരു വലിയ ദുഃഖമായി തീരുന്ന അത് പല സാഹചര്യങ്ങൾ. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ലഹരിക്ക് അടിമപ്പെട്ട് കാണിച്ചു കൂട്ടുന്ന പേക്കൊത്തുകളുണ്ട്. അതിനൊക്കെ സാക്ഷികളാവുന്നതും അനുഭവിക്കേണ്ടതും ദുരന്തം പേറുന്നതൊക്കെ അവരുടെ കുടുംബം തന്നെയാണ്. അതുപോലെ ഒരു നല്ലൊരു സ്റ്റോറിയാണ് സ്കൂൾ കുട്ടികൾക്കും കോളേജിലും ക്ലബ്ബുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാൻ, ലഹരിക്കെതിരെയായിട്ട് പോരാടാൻ വേണ്ടി നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ചിത്രം തന്നെയാണ്, ഒരു കൊച്ചു സിനിമ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ചിത്രത്തിൻ്റെ പേര് വാലിഡേ എന്നാണ്. ഞാൻ എൻ്റെ സൈഡിൽ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിതാരും ഇതൊരു പടം കണ്ടിട്ടില്ലെങ്കിൽ ഇതും കൂടെ കാണാൻ ശ്രദ്ധിക്കുക എന്നും കൂടി ഞാൻ ഓർമ്മിക്കുന്നു. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങളത് അറിയിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ദ മൈൻഡ് ക്യാൻവാസ് ആൻഡ് SG സിനിമാസിനാണ് ഇത് പടം നിർമ്മിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ സുനിൽ CK ആണ്. സ്റ്റോറി അരുൺ G മെനോൻ. തിരക്കഥയും സംഭാഷണവും ചെയ്തിരിക്കുന്ന ഷാഹുൽ ഹമീദാണ്. അതുപോലെ ക്യാമറമാൻ ചെയ്തിരിക്കുന്ന തരുൺ ഭാസ്കറാണ്. അപ്പം ഇതിൻ്റെ പിന്നണിയിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ നിലവ് സാംസ്കാരിക വേദിയുടെ നിലവ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2025 ബെസ്റ്റ് സെക്കൻഡ് മൂവിയായിരുന്നു ഈ ചിത്രം. അപ്പം ഒരിക്കലും നിങ്ങളിത് കാണാണ്ട് പോരുത്, കാണുക എന്ന് തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക. അതുപോലെ കൊച്ചു കൊച്ചു കലാകാരന്മാരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഭാവിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല കൊച്ചു സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.